ഡൂംസ്ഡേക്ക് മുമ്പ് കാണേണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് MCUവിലെ അല്ലെങ്കിൽ പ്രോപ്പർ ടൈം ലൈൻ്റെ ഒരു റീക്യാപ്പൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. ഇപ്പോൾ നമുക്ക് സിനിമകൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണാനുള്ള ടൈമുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ പടങ്ങൾ നിർബന്ധമായിട്ടും കാണണം, ഏതൊക്കെ സ്കിപ്പ് ചെയ്യാം, അവർ കുറച്ചൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഒരു പറയുമ്പോൾ പേടിക്കേണ്ട ഒരു 10-80 കണ്ടൻറ്റോളം ഉണ്ട്. സോ ഇപ്പോൾ തൊട്ട് കണ്ടാൽ അത് എല്ലാം കൂടി കാണണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് പ്രോപ്പറായിട്ട് ഒരു 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 ഫ്ലോയിൽ ഒന്നേ തൊട്ട് നമുക്ക് കണ്ടു നടക്കണം എന്നുള്ള രീതിയിൽ. എന്നാൽ അതിൽ തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അനാവശ്യം എന്ന് പറഞ്ഞാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഡൂംസ്ഡേ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു റീക്യാപ്പ് വീഡിയോ അല്ല, ജസ്റ്റ് ഏതൊക്കെ പടങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ സീരീസുകൾ എന്ന് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള റീക്യാപ്പ് അത് ഓരോന്നിൻ്റെയും ഇപ്പോൾ എക്സ്മെൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ നമുക്ക് ഒരു പടം ഇറങ്ങാറാവുമ്പോൾ ഏകദേശം ആ ഒരു ടൈമിലായിട്ട് ചെയ്യും. കാരണം ആ ടൈമിൽ നമുക്ക് പടം കാണാനുള്ള ടൈം ഉണ്ടാവില്ല എല്ലാവർക്കും. സോ ഇത് ജസ്റ്റ് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പടങ്ങളെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മെയിൻ തീം തന്നെ ഇൻകേഷനാണ്. അതായത് ഒരു 3 യൂണിവേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യണം എന്നുള്ള സെറ്റപ്പാണ്. ഇത് സ്പോയിലർ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ ട്രെയിലർ തന്നെ നമുക്ക് കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് ഏകദേശം. സോ നമ്മൾ മാർവലിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സും ദെൻ ഫെൻറ്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സും, ഫെൻറ്റാസ്റ്റിക് ഫോർ നമുക്ക് ഒരുപാട് വന്നിട്ടുള്ളൂ, പക്ഷേ അതൊരു യൂണിവേഴ്സാണ് സെപ്പറേറ്റ്ലി. ദെൻ ഈ പറയുന്ന എക്സ്മെൻ്റെ യൂണിവേഴ്സ്, സോ എർത്ത് 616ഉം 1610 ദെൻ 1000 എത്രയോ ആണത്, അങ്ങനെ ഒരു 3 ഈ 3 കൂടി കൊളൈഡ് ചെയ്യുന്നതാണ്. സോ ഒരു 3 യൂണിവേഴ്സ് തന്നെ കൂടി കൾമിനേഷൻ. ഓൾറെഡി നമുക്കറിയാം ഫോക്സ് ആയിരുന്നു, 20th സെഞ്ചുറി ഫോക്സ് ആയിരുന്നു ഈ എക്സ്മെൻ സിനിമകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. മാർവലിലെ തന്നെയാണ്, പക്ഷേ അവരുടെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാർവലിലെ ക്യാരക്ടറാണ് സ്പൈഡർമാൻ, പക്ഷേ അത് സോണിയുടെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ പോലെ. അതെ, ഇത് 3 സെപ്പറേറ്റ് ആയിരുന്നു, പക്ഷേ ഇതെല്ലാം കൂടി സോണി എടുത്തത് കൊണ്ട് ഇപ്പോൾ ഡിസ്നിയും സോണിയും കൂടി ഒരു കൾമിനേഷൻ ഉള്ള പോലെ 20th സെഞ്ചുറി ഫോക്സ് എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ്. സോ ഡൂംസ്ഡേ കാണണമെങ്കിൽ ഇതെല്ലാം കാണണം. സോ ആദ്യം നമുക്ക് ഇനീഷ്യലി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ യൂണിവേഴ്സുകളുണ്ട്, പ്രത്യേകിച്ച് എക്സ്മെൻ ഫ്രാഞ്ചൈസ് ഉണ്ട്, ദെൻ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ് ഉണ്ട്, ദെൻ ഇതല്ലാതെ നമ്മുടെ ബ്ലേഡൊക്കെ ഉള്ള പഴയ ഒരു മാർവൽ സാഗയുണ്ട്, അത് കാണണം. അങ്ങനത്തെ കുറേ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. സോ ഫസ്റ്റ് നമുക്ക് MCUവിൽ നിന്ന് തുടങ്ങാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇൻഫിനിറ്റി സാഗ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ കാണുന്നത് മൾട്ടിവേഴ്സ് സാഗയാണ്. അങ്ങനെ രണ്ടായിട്ട് തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൾട്ടിവേഴ്സ് സാഗ, അതിനു മുമ്പ് ഇൻഫിനിറ്റി സാഗ. നമ്മുടെ താനോസ് വരുന്ന സെറ്റപ്പ് അതാണ് ഇൻഫിനിറ്റി സാഗ. ഇൻഫിനിറ്റി സ്റ്റോൺസിന് ബേസ് ചെയ്തിട്ടായിരുന്നു. 5 സ്റ്റോൺസ് ഉണ്ട്. ഈ 5 സ്റ്റോൺസിന് ബേസ് ചെയ്തിട്ടുള്ള പടങ്ങളാണ് ആദ്യം കാണുന്ന ആദ്യത്തെ ഫേസ് ഓഫ് മാർവൽ സിനിമകളല്ല. സോ ആദ്യത്തെ പടം ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് റിലീസ് ഓർഡറിലൊക്കെ വേണമെങ്കിൽ കാണാം, പക്ഷേ ഒരു പ്രോപ്പർ ക്രൊണോളജി കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പടം കാണും. സോ അതിൽ നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. അതിൽ തന്നെ ടെസറാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു സ്റ്റോൺ കാണിക്കുന്നുണ്ട്, സ്പേസ് സ്റ്റോൺ. സോ അതിന് ബേസ് ആയിട്ടായിരുന്നു ആ ഒരു പടം മുഴുവൻ. സോ ക്രൊണോളജിക്കലി നമുക്ക് ആദ്യം അത് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ട്, ആ സിനിമ വേണമെങ്കിൽ കാണാം. ദെൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് അയൺമാൻ പടം, അയൺമാൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ്. ദെൻ അത് കഴിഞ്ഞ് ഇൻക്രെഡിബിൾ ഹൾക്ക് ഉണ്ട്, അത് നമുക്ക് റിലീസ് ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ ക്രൊണോളജിക്കലി എങ്ങനെ നോക്കിയാലും കറക്റ്റായിട്ട് വരും. ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഹൾക്കല്ല, 2003-2004 വേറൊരു ഹൾക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതല്ല. ദെൻ ഇതിൽ കാണുന്ന ക്യാരക്ടറിൻ്റെ കാസ്റ്റ് ചേഞ്ച് നടന്നിട്ടുണ്ട്. എഡ്വേർഡ് നോർട്ടൺ ആയിരുന്നു ഇതിൽ ഈ ഒരു പടത്തിൽ ഇൻക്രെഡിബിൾ ഹൾക്കായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ കാണുന്ന ബ്രൂസ് ബാനർ സെയിം ക്യാരക്ടറാണ്. സോ കാസ്റ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു പടം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ളതാണ്. ആ ഒരു ക്യാരക്ടർ എന്തായാലും വരുന്നുണ്ട്, അത് കണ്ടിരിക്കണം. ദെൻ നമുക്ക് അയൺമാൻ 2, ദെൻ തോറിൻ്റെ ഫസ്റ്റ് പടം, ദെൻ ആദ്യത്തെ അവഞ്ചേഴ്സ് പടം, ദെൻ അയൺമാൻ 3, ദെൻ തോർ ഡാർക്ക് വേൾഡ്, ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ, ദെൻ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വരുമെന്ന് ഒരു പിടുത്തമില്ല. മാക്സിമം ഒരു 90% അവർ വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു പടം തന്നെ വേണമെങ്കിൽ സ്കിപ്പബിൾ ആണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് മറ്റേ ഇൻഫിനിറ്റി വാറിലും എൻഡ് ഗെയിമിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് അറിയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഫസ്റ്റ് പടം, ദെൻ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2, ദെൻ അവഞ്ചേഴ്സിൻ്റെ ഏജ് ഓഫ് അൾട്രോൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ദെൻ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, അതിലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് സ്പൈഡർമാൻ എന്നൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദെൻ ബ്ലാക്ക് വിഡോ, ഈ പടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിലാണ് നമ്മുടെ യെലേന ബെൽനോവയും നമ്മുടെ റെഡ് ഗാർഡിയനൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവരാണ് ഇപ്പോൾ തണ്ടർ ബോൾട്ട് എന്നോ അല്ലെങ്കിൽ ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. സോ ഈ പടം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, സ്പൈഡർമാൻ ഹോം കമ്മിങ്, തോർ റാഗ്നറോക്ക്, പിന്നെ ബ്ലാക്ക് പാന്തർ, പിന്നെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് എൻഡ് ഗെയിമിലേക്ക് പോവാതെ ആന്റിമാൻ ആൻഡ് ദി വാസ്പ് ആണ്, പ്രത്യേകിച്ച് അതിൻ്റെ എൻഡ് ക്രെഡിറ്റ് സീൻ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ദെൻ ഫാർ ഫ്രം ഹോം. ഇപ്പോൾ ഇത്രയും പടങ്ങളായിരുന്നു നമ്മുടെ ഒരു ഇൻഫിനിറ്റി സാഗ എന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ജമ്പ് ചെയ്യുന്നത് മൾട്ടിവേഴ്സ് സാഗയിലേക്കാണ്. സോ ഒരു ഇൻഫിനിറ്റി സാഗ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിവേഴ്സ് സാഗയിലേക്ക് പോകേണ്ട. അതിന് മുമ്പ് വേറെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ, കുറേ സീരീസുകളായിട്ട് പ്രത്യേകിച്ച്. സോ ആ ക്യാരക്ടേഴ്സ് ആരാണെന്ന് മെല്ലെ മെല്ലെ പറഞ്ഞു വരും. അതായത് ഡെയർ ഡബിൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് സീരീസ് കാണാം, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഉണ്ട്. അതിൽ തന്നെ ഈ ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയൺ ഫിസ്റ്റ്, ലൂക്ക് കേജ്,
ജെസിക്ക ജോൺസ്, പിന്നെ ഈ പറയുന്ന ഡെയർ ഡബിളും അതിൻ്റെ ഇടയിൽ കൂടെ പണിഷറും കയറി വരും. സോ ഈ ക്യാരക്ടേഴ്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ് ഉണ്ട്. ഇപ്പോൾ ഡെയർ ഡബിൾ തന്നെ 3 സീസൺ ഉണ്ട്, അയൺ ഫിസ്റ്റ് ഇതുപോലെയുണ്ട്, ലൂക്ക് കേജ് ഇതുപോലെയുണ്ട്. സോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സോ നെറ്റ്ഫ്ലിക്സിൻ്റെ അത് മെയിൻലി, പക്ഷേ ആ ക്യാരക്ടേഴ്സ് ഒന്നും ഡൂംസ്ഡേയിൽ വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് വേറെ കുറേ സീരീസുകളുണ്ട്, പക്ഷേ അത് ഡയറക്റ്റ്ലി ഈ ഒരു മൾട്ടിവേഴ്സ് ആകെയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ മൾട്ടിവേഴ്സ് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ വാൻഡ വിഷൻ എന്നുള്ള സീരീസ് കാണാം. ദെൻ ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജിയർ, കാരണം അതിൽ നമുക്ക് സാം വിൽസന്റെ ക്യാരക്ടർ എങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക ആവുമെന്നുള്ളതും ദെൻ ജോൺ വാക്കർ എന്ന് പറഞ്ഞ പുതിയൊരു ക്യാരക്ടറിനൊക്കെ ഇൻട്രൊഡക്ഷനൊക്കെ ഉള്ളത് ഈ ഒരു സീരീസിലാണ്. ദെൻ അത് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത, തീർച്ചയായിട്ടും ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഡൂംസ്ഡേയിലായിട്ട്, അതായത് ഈ പറഞ്ഞതിലെ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലോക്കിയുടെ സീസൺ 1 and 2. അത് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കി ഇല്ലാതെ പറ്റില്ല, കാരണം ലോക്കി ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ആ ഒരു ക്യാരക്ടർ ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എങ്ങനെയാണ് സീരീസിൽ ആ ഒരു ക്യാരക്ടർ, പ്രത്യേകിച്ച് നമ്മുടെ എൻ ഗെയിമിൽ നടക്കുന്ന ഒരു ഇവൻറ്റ് കാരണമാണ് ലോക്കി എന്ന് പറഞ്ഞ സീരീസ് തന്നെ ഉണ്ടാവുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ക്യാരക്ടർ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഈ അവസാനം ആ ഒരു ക്യാരക്ടർ എവിടെയാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത് എന്ന് വരെ ലോക്കി സീസൺ 1 and 2 നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ലോക്കി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ ആൾക്കാരത് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ സീരീസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ സിനിമകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ലോക്കി സീരീസ് ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഡൂംസ്ഡേക്ക്. ഞാൻ ഇതേപോലെ വാട്ട് ഇഫ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇത് ആക്ച്വലി ഡയറക്റ്റ് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇതിന് ആന്തോളജി മോഡലുള്ള സാധനമാണ്. പക്ഷേ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അതായത് ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ആൾട്ടർനേറ്റ് റിയാലിറ്റി ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. പോരാതെ തന്നെ വാട്ട് ഇഫിൻ്റെ സീസൺ 1 ഒരു എപ്പിസോഡിൽ നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ചിൽ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. അതായത് നമുക്ക് വരാനുള്ള ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള പടത്തിലെ ഒരു കീ ക്യാരക്ടറിനെ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. സോ ആനിമേറ്റഡ് ക്യാരക്ടറിനെ ഡയറക്റ്റ്ലി ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തതുപോലെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വാട്ട് ഇഫ് ഒന്ന് കണ്ടു നോക്കുക, നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്. ദെൻ പിന്നെ കാണുന്നത് ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സ്. ആ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നുണ്ട് ഇതിൽ. ഞാനിത് കുറേ കാലമായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവർ ക്യാരക്ടറിന് മറന്നു എന്ന് വിചാരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഷാങ്ചി, മൂൺ നൈറ്റ് ഒക്കെ. പക്ഷേ ഷാങ്ചി എന്തായാലും ഡൂംസ്ഡേയിലുണ്ട്, കണ്ടുപോകുക, നല്ല അടിപൊളി പടമാണ്, കിട്ടിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ പടമുണ്ട്, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അവർ മറന്ന് മാർവൽ തന്നെ ഈ സാധനം മറന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഭയങ്കര അധികം പവർഫുൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സാണ്, പക്ഷെ അവരെ വേറെ എവിടെയും റെഫർ ചെയ്യുന്നതോ വേറെ ഈ ഒരു യൂണിവേഴ്സിലി അല്ലാത്ത പോലെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അവർ ഈ MCU തന്നെ ഉള്ളതാണ്, കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം ഇറ്റേണൽസ് എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. പിന്നെ ഇതേപോലെ ഹോക്കൈ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അതും സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും റെലവൻ്റ് ആയിട്ട് ഡൂംസ്ഡേ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത് സ്പൈഡർമാൻ നോ വേ ഹോമിലേക്കാണ്. അതിനു മുമ്പ് കണ്ടിരിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് സാം റൈമിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സും നമ്മുടെ മറ്റേ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാനായിട്ട് പടങ്ങളും. അതായത് സാം റൈമിയുടെ, നമ്മുടെ ടോബി മഗ്വയറുടെ സ്പൈഡർമാനെ എല്ലാവരും കണ്ടിട്ടുള്ള പടങ്ങളാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ സ്പൈഡർമാൻ 1, സ്പൈഡർമാൻ 2 ആൻഡ് സ്പൈഡർമാൻ 3, ആ ഒരു 3 പടങ്ങൾ, നമ്മുടെ ടോബി മഗ്വയർ സ്പൈഡർമാനായിട്ട് വന്ന 3 പടങ്ങൾ, അതെന്തായാലും കാണണം. പ്രത്യേകിച്ച് ഞാൻ നോ വേ ഹോം കാണാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് പറഞ്ഞത്. ദെൻ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ അമേസിംഗ് സ്പൈഡർമാൻ 1 and 2, അതിൽ കാണുന്ന ഒട്ടുമിക്ക വില്ലൻ ക്യാരക്ടേഴ്സും പ്രത്യേകിച്ച് ഈ 2 സ്പൈഡർമാനൊക്കെ തന്നെ ഈ നോ വേ ഹോമിൽ അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തിറങ്ങിയ ബ്രാൻഡ് ന്യൂഡയുടെ ഒരു എൻക്രെഡിറ്റൊക്കെ ടീസ് ചെയ്യുന്നത് ഒരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കാണാം. ഈ ഡൂംസ്ഡേ ആയിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ സ്പൈഡർ വേഴ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സ് ഉണ്ട് നമ്മുടെ സോണിയുടെ തന്നെ, അത് ഈ സ്പൈഡർമാൻ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോയതാണ്. അത് ഡൂംസ്ഡേ ആയിട്ട് ഞാൻ പറഞ്ഞു, ഡൂംസ്ഡേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആണ്. പക്ഷേ കണ്ടിരിക്കുന്നത് നല്ലതാണ്, കണ്ടിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങളാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ കാണാം. പക്ഷേ സ്പൈഡർമാൻ ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കണ്ടുപോക്കാം. ദെൻ മൂൺ നൈറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ പൊളി സാധനമാണ്, ഡൂംസ്ഡേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതിലൊരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്ന ഒരു പിടുത്തമില്ല. പക്ഷേ അടിപൊളി സാധനമാണ്. മാർവൽ തന്നെ എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് എനിക്ക് തോന്നുന്ന സാധനമാണ് മൂൺ നൈറ്റ്. പക്ഷേ ഡൂംസ്ഡേ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓർഡറിൽ നിന്ന് നമുക്ക് സ്കിപ്പബിൾ ആയിട്ട് എനിക്ക് പറയാം. ദെൻ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പടമാണ്. ഇതിൽ നമ്മുടെ വാൻഡ വിഷനിൽ കാണുന്നവരുടെ വാൻഡ, അതിൻ്റെ ആളാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്, നമ്മൾ പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ട്. പക്ഷേ ഈ ഡൂംസ്ഡേയിൽ നമുക്ക് കാണാൻ പോകുന്ന ഇൻകേഷൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. സോ ആ ഒരു പടം ഒരു കോറാണ്, അതിൻ്റെ ആ ഒരു കോർ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡൂംസ്ഡേയും സീക്രട്ട് വാർസും, പ്രത്യേകിച്ച് സീക്രട്ട് വാർസ്. ഞാൻ ആ കോമിക്സ് വായിച്ചോളൂ, പൊളി സാധനം, ഒരു 9 ഇഷ്യൂ 9 8 ഇഷ്യൂ പൊളിയാണ്. അതിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിനെങ്ങനെ ഒരു പടമായിട്ട് എടുക്കുന്ന ഒരു പിടിയില്ല, നമുക്കറിയില്ല. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോട്ടെ. ഇത് കഴിഞ്ഞ് മിസ് മാർവൽ എന്ന് പറഞ്ഞ സീരീസാണ്, നമ്മൾ കമാല ഖാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു പടമായിട്ട് ഒരു പക്ഷേ സീക്രട്ട് വാർസുമായിട്ട് ബന്ധമുണ്ടാകും, പക്ഷേ ഡൂംസ്ഡേയിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സോ സ്കിപ്പബിൾ. ദെൻ തോർ ലവ് ആൻഡ് തണ്ടർ, ഈ ഒരു പടത്തിൽ തോറിൻ്റെ മകളായിട്ടുള്ള ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഈ നമ്മുടെ ഡൂംസ്ഡേയിലെ ടീസറിലൊക്കെ തന്നെ ഇത് ടീസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തോർ ലവ് ആൻഡ് തണ്ടർ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കണ്ടേ പറ്റൂ. പക്ഷേ വലിയ കാര്യമില്ലാത്ത പടമാണ്, എന്നാലും കണ്ടുപോക്കും. ഷീ ഹൾക്ക് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, ഒന്നും പറയാനില്ല, സ്കിപ്പ്. അതിനിപ്പോൾ അത് ഉണ്ടെങ്കിലും കാണണ്ട, അമ്മാതിരി കൂറ സാധനമാണ്.
സ്കിപ്പ്. ദെൻ ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ അത് കാണണം. കാരണം ഈ ഒരു പടത്തിൽ മെയിൻ ഇവൻറ്റ്സ് ഒക്കെ നടക്കുക അതിലാണ്. ഇപ്പോൾ നമോർ എന്നൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ഷൂറി ഇപ്പോൾ എവിടെയാണെന്നുള്ളതും മറ്റേ ആ ഒരു ബ്ലാക്ക് പാന്തർ പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എൻ ഗെയിമൊക്കെ കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കാണിച്ചു തരാം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പടത്തിൻ്റെ ഒരു ബേസ് തന്നെ അവിടെ ആയിരിക്കും. സോ വക്കാൻഡ ഫോർ എവർ എന്തായാലും കണ്ടിരിക്കുക. ദെൻ ആൻഡ് ദി വാസ് ക്വാണ്ടവാനി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ കാങ് ഡൈനാസിറ്റി അല്ലെങ്കിൽ കാങ് വാർ പടം വരുന്നുണ്ടായിരുന്നല്ലോ 2 പടം. അതായിരുന്നു ജോണാഥൻ മേജേഴ്സിൻ്റെ വില്ലനായിട്ടുള്ള ആ ഒരു പടത്തിൻ്റെ അതായിരുന്നു അതിൻ്റെ ഒരു തീം. പക്ഷേ അതറിഞ്ഞല്ലോ അവരോട് ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് ഈ പടം വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ആ 2 ക്യാരക്ടേഴ്സിനും വാസ്പിനും ആൻഡ്മാനൊക്കെ ഈ പടത്തിലുണ്ട്. സോ അവർ ലാസ്റ്റ് എവിടെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പടം ഒന്ന് കാണാം. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ വോളിയം 3 കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. കാരണം അവർ ഒരു ക്യാരക്ടർ ആർക്ക് പോലെ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രോപ്പർ കംപ്ലീഷൻ പോലെ വെച്ചിട്ടൊരു പടമാണ്. ഈ പടമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സീക്രട്ട് വാർസിലും ഡൂംസ്ഡേയിലും അവരൊന്നും വരുന്നുണ്ടാവില്ല. സോ ആ പടം കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു. ദെൻ സീക്രട്ട് ഇൻവേഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതും ഈ ഷീഹൾക്ക് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു ആവശ്യമില്ല, അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ദെൻ ദി മാർവൽസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ മാർവലും ഈ പറഞ്ഞ പോലെ മിസ് മാർവലും ദെൻ മോണിക്ക റംബോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഒക്കെ തന്നെ. പക്ഷേ അതിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതായത് അവസാനം ഈ ഒരു ക്യാരക്ടർ നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകും. വേണമെങ്കിൽ ആ പോസ്റ്റ് ക്രെഡിറ്റ് മാത്രം എടുത്ത് കണ്ടാൽ മതി. ഈ ഒരു പടം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഇതുപോലെ എക്കോ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പടമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. സോ കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ. പിന്നെ അഗാധ ഓൾ അലോങ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ പടമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ദെൻ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ദി വേസ്റ്റ് മാർവൽ സിനിമകളിൽ ഒന്നാണ്. കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ പറയും. പക്ഷേ ആ ഒരു ക്യാരക്ടർ അതിൽ വരുന്നുണ്ട്. ഫാൽക്കൺ നമുക്ക് എന്തായാലും ഡൂംസ്ഡേയിൽ വരും. ഇത് കാണണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു സീരീസ് കണ്ടാൽ മതി. നമ്മുടെ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജിയർ കണ്ടു നിർത്തിയാൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല, സ്കിപ്പബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ ഡെയർ ഡെവിൾ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ അവർ അതിൻ്റെ ബാക്കിയായിട്ട് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ എന്ന് പറഞ്ഞ് 2 സീസണുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ അപ്പിയറുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ട് അത് സ്കിപ്പബിളായിട്ട് തൽക്കാലത്തേക്ക് സ്കിപ്പബിളായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിന് വേണ്ടി ആവശ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ട് 2 സീസൺ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. ഡെയർ ഡെവിൾ ബോൺ അഗൈൻ സ്കിപ്പബിൾ. ഇതേപോലെ തന്നെ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതും കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതിലായിരുന്നു ഈ ഒരു ന്യൂ അവഞ്ചേഴ്സ് ആരൊക്കെ അതിൽ കാണുന്ന അത് ഈ പടത്തിൻ്റെ ഒരു ബേസ് ആയിട്ട് വരും. അതിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഡൂംസ്ഡേയിൽ കാണും. സോ തണ്ടർ ബോൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടമാണ്. തീർച്ചയായിട്ടും കണ്ടു. ഒക്കെ നല്ല പടം തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഐസ് ഓഫ് വക്കാണ്ടയും ദെൻ മാർവൽ സോംബീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും കാണണ്ട. ദെൻ വണ്ടർമാൻ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതും സ്കിപ്പബിളായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സാധനമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. അത് ആ പടത്തിലെ അതിലാണ് നമുക്ക് ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരാം. ആക്ച്വലി ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് യൂണിവേഴ്സാണ്. ഇപ്പോൾ ഈ MCUവിൽ കാണുന്ന സെപ്പറേറ്റ് യൂണിവേഴ്സ്. ഇതല്ലാതെയും വേറെ ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പണ്ട് 2005 ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ പടങ്ങൾ അതിൽ നമ്മൾ 2 പടങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റേ സിൽവർ സൾഫറൊക്കെ വരുന്ന മറ്റേ 2ാമത്തെ പടം സ്ഥിരം നമ്മുടെ സ്റ്റാർ മൂവീസിലൊക്കെ ഇടാറുള്ള പടമല്ലേ. ആ 2 പടത്തിലെ ക്യാരക്ടേഴ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ മറ്റ് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമൻ ടോർച്ച് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലൊക്കെ തന്നെ ഈ ക്യാരക്ടർ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ആക്ച്വലി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് ആ ഒരു സിനിമകളും ആ ക്യാരക്ടേഴ്സും. സോ അത് കാണണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. അവർ ഓർമ്മ വെച്ച് വെച്ചാൽ മതി ഫാന്റാസ്റ്റിക് ഫോർ പടങ്ങൾ. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി MCUവിൽ അടങ്ങുന്ന ഒരു സാധനമാണ്. MCUവിൽ ഇറങ്ങുന്ന പടങ്ങളാണ്. ഈ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൽ വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തണ്ടർ ബോൾട്ടും ഈ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പുമാണ് ഡൂംസ്ഡേയോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന 2 പടങ്ങൾ എന്ന് പറയാം. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ പണിഷർ വൺ ലാസ്റ്റ് കിൽ ഉണ്ട്. അത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയ പടമില്ലേ, അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇറങ്ങിയൊരു സാധനമാണ്. അത് കാണുന്ന യാതൊരു നിർബന്ധമില്ല, സ്കിപ്പാണ്. ദെൻ സ്പൈഡർമാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് വേറൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് ഇതേപോലെ തന്നെ എക്സ്മെൻ 97 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ അത് അടിപൊളിയാണ്. 2 ആനിമേറ്റഡ് ആണ്. സോ ഇത്രയും സാധനങ്ങളാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡൂംസ്ഡേക്ക് മുമ്പ് ഇറങ്ങാനുള്ള സാധനം വിഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ വാൻഡ വിഷനും അഗാധ ഓൾ അലോങ് ദെൻ ഈ പറയുന്ന വിഷൻ ക്വസ്റ്റ്, അങ്ങനെ ഒരു 3 ട്രയോളജി ഓഫ് സീരീസുകൾ പോലെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റേ നമ്മൾ വാൻഡയുടെ ക്യാരക്ടറിനെ കൂടുതലായിട്ട് കണ്ടത്, തന്നെ അഗാധ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടു. ഈ വിഷൻ ക്വസ്റ്റ് നമ്മൾ വിഷനെ ആയിരിക്കും കൂടുതലായിട്ട് കാണാം. ഡൂംസ്ഡേ ആയിട്ട് ഡയറക്റ്റ് വല്ല ലിങ്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അതുവരെ ഇത് ഇറങ്ങിയിട്ടില്ല. അതാണ് ഇത്രയേ ഉള്ളത്. സോ ഇത്രയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ടൈം ലൈൻ എന്ന് പറയാം. അതിൽ കാണേണ്ടതും സ്കിപ്പബിൾ ആയിട്ടുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതല്ലാതെ ഞാനിപ്പോൾ ഓൾറെഡി സാം റൈമിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സും നമ്മുടെ സ്പൈഡർ വേഴ്സും ആനിമേറ്റഡ് യൂണിവേഴ്സൊക്കെ തന്നെ പറഞ്ഞു. ഇതല്ലാതെ നിർബന്ധമായിട്ട് കാണേണ്ട വേറൊന്നാണ് എക്സ്മെൻ യൂണിവേഴ്സ്. എക്സ്മെൻ യൂണിവേഴ്സ് ഞാൻ അവസാനം പറയാം. കാരണം എക്സ്മെൻ യൂണിവേഴ്സ് കാണേണ്ട ഓർഡർ തന്നെ ഭയങ്കരധികം
കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഞാൻ അവസാനം പറയാം. ഇതല്ലാതെ നമുക്ക് ഈ ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പടമായിട്ട്. കാരണം ലോക്കി എന്ന സീരീസും അതുമായിട്ട് ഭയങ്കരധികം ടൈപ്പ് ഉണ്ട്. അതിൽ കാണുന്ന TVA എന്ന് പറഞ്ഞ ടൈം വേരിയൻസ് അതോറിറ്റി, നമ്മൾ ഡൂംസ്ഡേയിൽ ഞാൻ പറഞ്ഞ ലോക്കി എന്ന് പറഞ്ഞ സീരീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ കാണുന്ന അപ്പിയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഓൾറെഡി മാർവലിൽ തന്നെ ലെഗസി ഒരു യൂണിവേഴ്സ് ആയിട്ട്, അതായത് നമ്മുടെ ബ്ലേഡും എലക്ട്ര അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്ന കുറേ പടങ്ങളുണ്ട്. അത് വേണമെങ്കിൽ കണ്ടുവെക്കാം. അതിൽ പെടുന്ന പടങ്ങളാണ് ബ്ലേഡ് 1, ബ്ലേഡ് 2, ബ്ലേഡ് ട്രിനിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ ഫാന്റാസ്റ്റിക് ഫോറും റൈസ് ഓഫ് ദി സിൽവർ സർഫറും നമ്മുടെ ഗോസ്റ്റ് റൈഡർ 2 പടങ്ങളും പഴയ ഡെയർഡെവിളും എലക്ട്രയും പണിഷറൊക്കെ തന്നെ വരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡൂംസ്ഡേ ആയിട്ട് അതിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ ഈ ബ്ലേഡും എലക്ട്ര ക്യാരക്ടറൊക്കെ തന്നെ നമ്മുടെ ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ ചെറുതായിട്ടൊന്ന് അപ്പിയർ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഒരു നിർബന്ധമില്ല, കംപ്ലീറ്റ്ലി സ്കിപ്പബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ സോണിയുടെ വേറൊരു യൂണിവേഴ്സാണ് സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ്. അതായത് സോണിയുടെ ഇപ്പോൾ നമ്മൾ ഗെയിമിലൊക്കെ അല്ലെങ്കിൽ മാർവൽ കോമിക്സിലൊക്കെ തന്നെ കാണുന്ന ഈ സ്പൈഡർമാൻ്റെ വില്ലന്മാരുണ്ടാവുമല്ലോ, അവരെ വെച്ചിട്ട് തന്നെ വേറൊരു യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് ആക്ച്വലി നമ്മുടെ വെനോം, നമ്മുടെ മോർബിയസും ക്രാവണും നമ്മുടെ മാഡം വെബ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ അതിൽ പെടുന്നതാണ്. അത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ വെനം എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ ടോം ഹാർഡിയുടെ വെനം സ്പൈഡർമാൻ നോ വേ ഹോമിൽ നിന്ന് അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അവസാനം എൻ ക്രെഡിറ്റ് സീനിൽ ആ ഒരു ക്യാരക്ടർ ഈ ഒരു യൂണിവേഴ്സിലേക്ക്, ഈ ഒരു മൾട്ടിവേഴ്സ് ഓപ്പൺ ആയ സമയത്ത് വേറെ യൂണിവേഴ്സ് ആണല്ലോ, അതിലേക്ക് വന്നിട്ട് ഇതിലൊരു സിംബിയോട്ട് ഇവിടേക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. സോ അതിലെ ബാക്കി ഒന്നും കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വെനം എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം നല്ല അടിപൊളി പടമാണ്. അത് മാത്രം ഒന്ന് കണ്ടുവെക്കുക. ഈ വെനം പിന്നെയുണ്ട് ലെറ്റ് ദെർ ബി കാർണേജ് സെക്കൻഡ് പടവും, ദെൻ മറ്റേ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ വെനം ലാസ്റ്റ് സ്റ്റാൻഡ് ഒക്കെ വലിയ കാര്യമില്ലാത്ത പടങ്ങളാണ്. പക്ഷേ വെനം ആരാന്ന് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ആ ഒരു സിംബിയോട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് വെനം വെറുതെ ഒന്ന് കണ്ടുവെക്കുക. ദെൻ നോ വേ ഹോമിൻ്റെ എൻ ക്രെഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഡൂംസ്ഡേയിൽ അല്ലെങ്കിൽ സീക്രട്ട് വാർസിൽ സിംബിയോട്ട് വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നമുക്ക് എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് വരാം. ഞാനീ പറഞ്ഞു സെപ്പറേറ്റ് യൂണിവേഴ്സാണ് ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സും നമ്മുടെ എർത്ത് 616, അതായത് MCUയുടെ മെയിൻ ടൈം ലൈനിലുള്ള യൂണിവേഴ്സും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ്മെൻ്റെ യൂണിവേഴ്സ്. ഈ 3 യൂണിവേഴ്സും കൂടിയാണ് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്, നല്ല ഇൻകേഷൻ നടക്കാൻ പോകുന്നത്. സോ ഈ എക്സ്മെൻ്റെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു റിലീസ് ഓർഡറിൽ കാണേണ്ട സാധനമല്ല. അതായത് റിലീസ് ഓർഡറിൽ കണ്ടാലും ക്രോണോളജിക്കൽ ഓർഡറിൽ കണ്ടാലും എങ്ങനെ പോയാലും ഇതിൽ ഭയങ്കരധികം കോംപ്ലിക്കേഷൻ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ മറ്റേ സ്പ്ലിറ്റായിട്ട് വേരിയൻ്റ് ഉണ്ടായ പോലെ തന്നെ 2 ടൈം ലൈന് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പടങ്ങളിൽ. സോ നമുക്ക് ഇത് കാണേണ്ട ഓർഡർ എന്താണെന്ന് വെച്ചാൽ ആദ്യം എക്സ്മാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് ആദ്യം കാണും. അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ള എക്സ്മാൻ ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഒരു ഒറിജിൻ പോലെയാണ്. അവരെങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു ചാൾസ് സേവിയറിൻ്റെ ഒരു സ്കൂൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ആ ഒരു പടത്തിൽ കാണുക. ഈ 2 ടൈം ലൈനിലും ഈ പടമാണ് ഫസ്റ്റ്. സോ ഫസ്റ്റ് ആ ഒരു പടം കാണാം. ഇത് കഴിഞ്ഞ് എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ പടത്തിലാണ് 2 ടൈം ലൈൻ സ്പ്ലിറ്റ് ആവും. അതായത് ഈ പടത്തിൻ്റെ പകുതി ഒരു ടൈം ലൈനും പകുതി വേറൊരു ടൈം ലൈനായിട്ടാണ്. അതായത് ഈ ഒരു പടം ഫുള്ള് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത്, ഇവരെങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്യുന്നുള്ളത്. സോ ഈ പടം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ടൈം ലൈനാണ് പിന്നെ ഇറങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ വൂൾവറിൻ്റെ ഒറിജിൻ കാണിക്കുന്ന എക്സ്മാൻ ഒറിജിൻസ് വൂൾവറിൻ, പിന്നെ ആദ്യത്തെ എക്സ്മാൻ പടവും X2, ദെൻ എക്സ്മാൻ ലാസ്റ്റ് സ്റ്റാൻഡും, ദെൻ ദി വൂൾവറിൻ എന്ന് പറഞ്ഞ പടമൊക്കെ തന്നെ ഈ ടൈം ലൈനിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വന്ന ടൈം ലൈനാണ്. അപ്പോൾ ആക്ച്വലി ക്രൊണോളജിക്കലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ആദ്യം ഇറങ്ങിയ പടം. പക്ഷേ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പടത്തിൽ തന്നെ ഇവർ ഈ ടൈം ട്രാവൽ ചെയ്ത സമയത്ത് ഇത് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയിട്ട് ഈ ടൈം ലൈൻ കംപ്ലീറ്റ്ലി ഇറേസ് ആയി, അല്ലെങ്കിൽ അതില്ല, അങ്ങനത്തെ ഇവൻ്റേ നടന്നിട്ടില്ല എന്ന രീതിയിലാണ്. സോ പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ അടുത്ത ടൈം ലൈനിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ വൂൾവറിൻ വരെ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് കാണുക. അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്, അതിലൊരു വ്യത്യാസമില്ല. ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് ഒന്നും കൂടി കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ട് എക്സ്മാൻ അപ്പോക്കലിപ്സ് എന്ന് പറഞ്ഞ പടം, ദെൻ എക്സ്മാൻ ഡാർക്ക് ഫിനിക്സ്, പിന്നെ ഡെഡ്പൂൾ 1ഉം ഡെഡ്പൂൾ 2ഉം, ദെൻ ലോഗൻ എന്ന് പറഞ്ഞ പടവും, ഇതൊക്കെ ഈ പറയുന്ന ഒരു പുതിയ ടൈം ലൈനായിട്ട് ബ്രാഞ്ച് ആയിട്ട് വന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് കഴിഞ്ഞിട്ടാണ് ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്നുള്ളൊരു പടം കാണാൻ. സോ ഒരു ടോട്ടൽ എക്സ്മാൻ സീരീസിൻ്റെ ഒരു ഏകദേശം ഒരു പിക്ചർ കിട്ടും. നമ്മൾ വെറുതെ റാൻഡംലി എക്സ്മാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കണ്ടാൽ ഒരു ഐഡിയയും കിട്ടില്ല. മെയിൻലി സംഭവം ഈ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറഞ്ഞ പടം വന്നിട്ടാണ് ഇതെല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആവിയൽ പരിവാക്കി വിട്ടത്. പക്ഷേ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് പരിപാടി. ആദ്യം പറഞ്ഞ ഞാൻ ടൈം ലൈൻ കംപ്ലീറ്റ്ലി ഇറേസ് ആയ പോലെയാണ്, ആ ഇവൻ്റ് ഒന്നും നടക്കാത്ത പോലെയാണ് ഇപ്പോഴത്തേക്ക് വന്ന സമയത്ത്. സോ ഈ പടങ്ങൾ രണ്ടും കണ്ടു നോക്കുക, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതിൽ ഒരുപാട് സിനിമകളൊക്കെ പറഞ്ഞു. ഇതിലിപ്പോൾ ഫസ്റ്റ് മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക മുതലൊന്നും കാണാൻ വയ്യ. ഈ ഡൂംസ്ഡേയുടെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, എൻ ഗെയിം വരെ കണ്ടു നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട സാധനങ്ങൾ മാത്രം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ലോക്കി സീരീസ് പറയും. 2 സീസൺ അത് കണ്ടുവെക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ എക്സ്മെൻ സിനിമകൾ ഒന്ന് കണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്കൊരു പണ്ട് കണ്ടതാണെങ്കിലും ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ദെൻ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്, ദെൻ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഇതൊക്കെയാണ് ഡൂംസ്ഡേയോട് അടുത്ത് നിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറയാം. ദെൻ ഇതിലെല്ലാം തന്നെ ഉപരിയായിട്ട്
നമുക്ക് അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിം വരുന്നുണ്ട്. എൻ ഗെയിമിൻ്റെ എൻകോർ എന്ന് പറഞ്ഞ വേറൊരു വെർഷൻ തന്നെ വരുന്നുണ്ട്. അതായത് ഒരു 7 മിനിറ്റ് ഓഫ് അഡീഷണൽ ഫുട്ടേജസ് ഒക്കെ തന്നെ ഈ റൂസോ ബ്രദേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇൻഫിനിറ്റി വാറും എൻ ഗെയിമും സിവിൽ വാറൊക്കെ എടുത്ത അതേ ഡയറക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഡൂംസ്ഡേയും സീക്രട്ട് വാർസ് ഒക്കെ എടുക്കുന്നത്. ഈ റൂസോ ബ്രദേഴ്സ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എൻ ഗെയിമിൻ്റെ ഡയറക്ടർ കണ്ടിന്യൂഷനൊക്കെ ആയിരിക്കും ഈ ഡൂംസ്ഡേ എന്നുള്ളതൊക്കെയാണ്. സോ ഒരു എൻകോർ നമുക്ക് തിയേറ്ററിക്കലായിരിക്കും റിലീസ് ചെയ്യുക. ഒരു 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 പ്രോപ്പർ കണക്ഷനൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ അതിൻ്റെ എൻ ക്രെഡിറ്റിലൊക്കെ കാണിക്കുന്നുണ്ടാവും എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ അതുവരെ പ്രിപ്പയർ ചെയ്യാനുള്ളത് ഇത്രയാണ്. ഇതിലിപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. സോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റീക്യാപ്പും അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻസൊക്കെ നമുക്ക് പടം ഇറങ്ങാറാകുമ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യും. പക്ഷേ സീക്രട്ട് വാർസായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ അവർ കോമിക് വായിച്ചത് കൊണ്ട് എനിക്കൊരു കുറേ സാധനങ്ങൾ അത് വെച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് ബാറ്റിൽ വേൾഡിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ അടുത്ത് തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വാച്ച് ഓർഡറിൽ ഏതെങ്കിലും ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.